വഖഫ് നിയമ ഭേദഗതിയെ ഒന്നടങ്കം എതിർത്ത് മുസ്ലിം സംഘടനകൾ. നിയമം വഖഫ് സ്വത്ത് കൈയേറാൻ അവസരമൊരുക്കുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. നിലവിലെ വ്യവസ്ഥകൾ സംരക്ഷിക്കണമെന്ന് KNM നേതാവ് ഹുസൈൻ മടവൂർ പ്രതികരിച്ചു. വംശീയ ആക്രമണമാണ് നടക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മതേതര പാർട്ടികൾ നീതിപൂർവ്വം ചുമതല നിർവഹിക്കണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. നിയമം വഖഫ് സ്വത്ത് കൈയേറാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളുടെ ആശങ്കകൾ JPC അറിയിച്ചിട്ടും മുഖവിലക്കെടുത്തില്ലെന്നും KNM നേതാവ് ഹുസൈൻ മടവൂർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാ സമുദായങ്ങളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളിലേക്കും അവരുടെ സ്വത്തുക്കളിലേക്കും കടന്നു കയറാനുള്ള ഒരു അജണ്ട ഇതിന്റെ പുറകിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ബില്ല് സംഘപരിവാറിന്റെ വംശീയ അജണ്ടയുടെ ഭാഗമാണെന്നും ഫാഷിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ ചെറുത്തുനിൽപ്പ് രൂപപ്പെടുത്തണമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബുർ റഹ്മാൻ പറഞ്ഞു. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡന്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ബില്ലിനെതിരെ ഒന്നിക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. വഖഫ് സ്വത്ത് കൈയടക്കാൻ ഭൂമാഫിയെ സഹായിക്കാനാണ് ബില്ലെന്ന് സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ ആരോപിച്ചു. ബില്ലിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സമസ്തയുടെ മുഖപത്രം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ.